സ്വാഗതം. കൊല്ലം ചിതറയിൽ വ്യാജവാറ്റ് നടത്തി പോലീസ് പിടിയിലായ അൻസാരിയുടെ വീട്ടിൽ കയറി മോഷണം നടത്തിയ ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈജുവാണ് അറസ്റ്റിലായത്. ഇയാൾ ഇളമ്പഴന്നൂർ സ്വദേശിയാണ്. 2023 ഡിസംബർ 1 രാത്രി 10 മണിക്ക് ചിതറ മാങ്കോട് തെറ്റുമുക്കിൽ അൻസാരി മൻസിലിൽ അൻസാരി വ്യാജവാറ്റ് നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലം എക്സൈസ് സംഘം എത്തി വാറ്റുപകരണങ്ങൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് അൻസാരിയെ അറസ്റ്റ് ചെയ്തു. ഭാര്യയുമായി പിണക്കത്തിലായ അൻസാരി വീട്ടിൽ തനിച്ചായിരുന്നു. റിമാൻഡിലായ അൻസാരി 42 ദിവസം റിമാൻഡിൽ കഴിഞ്ഞു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീട്ടിലെത്തി തന്റെ വീട്ടിൽ കിടപ്പുമുറിയിലെ മെത്തയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണമാലയും 10 ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റും ഒരു ടോർച്ച് ലൈറ്റും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയ അൻസാരി അന്ന് തന്നെ ചിതറ പോലീസിൽ പരാതി നൽകി. SI ലക്ഷ്മി സംഭവത്തിന് ഒരു പ്രാധാന്യവും നൽകിയില്ല. തുടർന്ന് കൊട്ടാരക്കര റൂറൽ SP പരാതി നൽകി. തുടർന്ന് 2024 മാർച്ച് 1 S ലക്ഷ്മി FIR എടുത്ത് അന്വേഷണം നടത്തിയെന്ന് വരുത്തി കോടതിയിൽ UN റിപ്പോർട്ട് നൽകി. കേസ് ഫയൽ മടക്കി. തുടർന്ന് കടയ്ക്കലിലെ പ്രമുഖ അഭിഭാഷകനായ വിനയനെ അൻസാരി സമീപിക്കുകയും കടയ്ക്കൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ CMB ഫയൽ ചെയ്യുകയും ചെയ്തു. പോലീസ് ശരിയായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും CD ഫയൽ കോടതിയിൽ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസിനോട് കേസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ വെള്ളിയാഴ്ച ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അൻസാരിയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ കൈവശം വെച്ച് ഉപയോഗിച്ച എക്സൈസ് ഉദ്യോഗസ്ഥൻ ചിതറ പോലീസിന്റെ പിടിയിലായത്. മറ്റു നഷ്ടപ്പെട്ട ആഭരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചിതറ പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പ്രതി വന്നിരിക്കുന്നത്. കാരണം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സർക്കാർ ശമ്പളം വാങ്ങുന്ന ഒരു മാന്യമായി ജീവിക്കാൻ കഴിയുന്ന സമൂഹത്തിൽ നല്ല വിലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നു. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആ മൊബൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സ്വർണ്ണങ്ങളും മറ്റുമൊക്കെ കണ്ടെത്താനുണ്ട്. എങ്ങനെയാണ് സാറ് ഈ സമൂഹത്തെ ഇങ്ങനെ വിലയിരുത്താൻ കഴിയും? എങ്ങനെ കണ്ടെത്താൻ ഇത് കാണാൻ കഴിയും? ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് സംസാരിച്ച കാര്യം ഇതാണ്. എനിക്ക് അറിയാവുന്ന കാര്യം, ഞാൻ ഇതിനകത്ത് പങ്കാളിയല്ല, എടുത്തിട്ടില്ല എന്ന് മാത്രമേ. എനിക്ക് ആരൊക്കെ സംശയിക്കാം? എക്സൈസ് സാർ സംശയിക്കാം, സക്കീറിനെ വേണമെങ്കിൽ സംശയിക്കാം, ചാവി അദ്ദേഹത്തിൻ്റെ ആണല്ലോ. ഇനി ഇവനെ തന്നെ സംശയിക്കാം, അൻസാരിയെ. അദ്ദേഹം കള്ളം പറയുന്നതാണെങ്കിൽ പറയാമല്ലോ. ഒരു ഈ എക്സൈസ് സാറെ പിടിപ്പിച്ചത് ഞാനും ഷാനവാസും സാറുമായിട്ടുള്ള ഒരു സഹകരണം വെച്ചിട്ട് ഞാനാണത് പിടിപ്പിച്ചത്. ഞാൻ അറിയുന്ന പോലുമില്ല. ഇങ്ങനെ സംഭവം ഇവിടെ മാറ്റി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് അവനെ വാൺ ചെയ്യും. അവൻ വാൺ ചെയ്തിട്ട് അവനെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. കരുത്തോട്ട് വീട്ടിലെ മുമ്പിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഷാനവാസ് സാറിനോട് പലപ്പോഴും വിളിക്കാറ് സംസാരിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അളിയാ, ഞങ്ങൾ അങ്ങനെയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇല്ലടാ, എന്തായാലും നമ്മൾ ടീമിൽ അങ്ങനെ ആരും സംഭവിക്കത്തില്ല, നിനക്കറിയില്ലല്ലോ ആ സംഭവം. ഞാൻ പറഞ്ഞ് സംശയം ഈ തരത്തിലാണ് വരുന്നത് കേട്ടോ. എന്തായാലും ഞാനില്ലെന്നുള്ള കാര്യം മാത്രമേ എനിക്കറിയാവൂ. പക്ഷേ ഇപ്പോൾ ഈ സംഭവം പറഞ്ഞപ്പോൾ ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഷാനവാസ്, അദ്ദേഹം അതിൻ്റെ ടീം ലീഡറായിരുന്നു. ഇങ്ങനെയൊരു സംഭവം സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ കേരളത്തിൻ്റെ. പോലീസ് ആയാലും എക്സൈസ് ആയാലും കുറച്ചൊക്കെ എന്തൊക്കെ നെഗറ്റീവ് വന്നാലും എക്സൈസ് എന്നുള്ള സിസ്റ്റത്തിലാണ്. പക്ഷേ ഇവരൊക്കെ കാണിക്കുന്ന ഈ പ്രവൃത്തികൾ, ജോലിയില്ലാത്ത എത്രയോ പേര് ഇവിടെ കഷ്ടപ്പെട്ട്, ഞാനൊക്കെ തന്നെ എന്തെല്ലാം ജോലി ചെയ്താൽ ജീവിക്കുന്നത്. വീട് വിടാൻ തന്നെ പുസ്തകം വിറ്റൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത് ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ. അപ്പോൾ ഇങ്ങനെ മാന്യമായ സമൂഹത്തിലൊരു സർക്കാർ സംവിധാനവും ജോലിയും നല്ല സാലറി കിട്ടുന്ന എത്ര ആൾക്കാർക്ക് എന്ത് പെൻഷൻ കൊടുത്തെങ്കിൽ പോലും അവർക്ക് സാലറി കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ നോക്ക് സാറേ, ഓട്ടോമാറ്റിക്കലി എന്നിലേക്ക്, അല്ലെങ്കിൽ സക്കീർ എന്നുള്ള സുഹൃത്ത്, അതിൻ്റെ ബാലികയിലെ സുഹൃത്താണ്, ഞങ്ങളിലേക്ക് വരികയാണ്. എനിക്കെന്തായാലും അദ്ദേഹത്തിന് സക്കീർ എന്തായാലും എന്നെ സംശയിക്കാൻ പറ്റില്ല. കാര്യം എനിക്ക് സക്കീറിനെ സംശയിക്കാം, എക്സൈസറെ സംശയിക്കാം. ബട്ട് ആദ്യമേ തുറന്നു പറയാം, എൻ്റെ സംശയം തന്നെയായിരുന്നു. അപ്പോൾ എന്നിട്ടും നമ്മുടെ സുഹൃത്ത് പറഞ്ഞു എന്തായാലും അങ്ങനെ എക്സൈസ് ടീമിൽ അങ്ങനെ സംഭവിക്കത്തില്ല, കാര്യം അതൊക്കെ പണ്ടത്തെ കാലമൊന്നുമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇതിനിങ്ങനെ സംഭവം ഉണ്ടാകരുത്. അതിന് വേണ്ടിയുള്ള നടപടി, ശക്തമായ നടപടി അദ്ദേഹത്തിനെതിരെ ചെയ്യണം. ഇലക്ഷൻ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചിതറ പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് വന്ന ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അതൊരു പാർട്ടിപരമായിട്ടുള്ള ബന്ധപ്പെടാണ്. പുള്ളി എന്നെ ഒരുപാട് നേരം ഹറാസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെച്ച് പുള്ളി വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. ഞാൻ മുന്നേ പോയി അവിടെ നേരത്തെ ചെയ്യുന്ന ആൾക്കാരൊന്നും യാതൊരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞതിൽ ഇപ്പോൾ ആ സമയത്താണല്ല അഞ്ചലൊരു സംഭവം നടന്നത്, നിരപരാധിയായ ഒരു ആത്മഹത്യ ചെയ്ത്. ഞാൻ പറഞ്ഞ ഇതിലേക്ക് സംഭവം ഇങ്ങനെയാണ്, ഞാൻ ഇതിലൊന്നുമില്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ ഞാൻ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ എങ്ങും പരാതി കൊടുത്തില്ല. ഞാനിപ്പോൾ കൊടുക്കാനുള്ള പരാതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിലിപ്പോൾ ഇതിലെന്തെങ്കിലും തെളിഞ്ഞ് വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ
മാനനഷ്ട കേസിന് കേസ് കൊടുക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ. അത് ഞാൻ വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു.